ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചിക്കൻ ഷവർമയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരുപാട് നാളുകൊണ്ട് നമുക്ക് ചോദിക്കുകയാണ്. അപ്പോൾ റെസിപ്പി വൈകിയതിൽ ക്ഷമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കുബൂസ് ഇവിടെ റെഡിയാക്കുന്നത് ഈസ്റ്റ് ചേർക്കാതെയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈസ്റ്റ് ചേർക്കാതെ എങ്ങനെയാണ് കുബൂസ് റെഡിയാക്കുന്നത് എന്നുകൂടി ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം, ഒരുപാട് ചൂട് വേണ്ട, ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തിയേക്കായി കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ട ഈ ഒരു രീതി. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ഇളം ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്, ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് പേഞ്ഞ് നല്ല പോലെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതെടുത്താൽ മതി. 2 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കനെ ഞാനൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 6 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു അളവിന് ഒരു 6 പീസ് മതിയാകും. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയും ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൂടി ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിനെ ഒരു 1 അവർ, 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് വേണം ഇതെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ 1 മണിക്കൂർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ഈ ഡോ എടുക്കുന്നത്. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള സർഫേസിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുബൂസ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഫ്ലോർ ഇട്ട് കൊടുക്കാം. നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല പരുവാണെങ്കിൽ വീണ്ടും മാവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി നമുക്കിതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേഞ്ഞെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോർഷനായിട്ട് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒരു 3 എണ്ണം വരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 3 എണ്ണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടിക്ക് നിങ്ങൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കട്ടി കുറച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. കാരണം നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവനിലൊന്നും അല്ല ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കട്ടി കൂട്ടി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേ കട്ടിക്ക് തന്നെ പരത്തിയാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇതൊന്നുകൂടി ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. നന്നായിട്ടങ്ങ് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിലായി പോകരുത്. എന്നതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുബൂസിൻ്റെ ഇതിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 3-4-5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതുപോലെ ഒന്ന് പൊങ്ങി വരും, കണ്ടോ? എന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതിനെ അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റോളം ഒന്ന് നമുക്ക് ബേക്ക് ചെയ്യാം. നന്നായിട്ടിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ചപ്പാത്തിക്കുള്ള അതേ കറക്റ്റ് ആ ഒരു തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റ് തന്നെയാണ്. നമ്മൾ ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർത്തില്ലെങ്കിലും ആ കേടാണ് ഇതിനെ ശരിക്കും നല്ലതായിട്ട് ആ പൊങ്ങി വരാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഈസ്റ്റിന് പകരമായിട്ടാണ് നമ്മളിവിടെ തൈര് ചേർത്തത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ്, കഴിക്കാനൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിലോട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസ് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണിത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ഷവർമ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, ടൊമാറ്റോ, ക്യാബേജ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസിന് ആവശ്യമനുസരണം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ചിക്കനിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ ചിക്കനും ആ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് ആ ചിക്കൻ്റെ ആ അരപ്പൊക്കെ ഒന്ന് ആ വെജിറ്റബിൾസിലും പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഓരോ കുബൂസും റെഡിയാക്കി എടുക്കാം. ഓരോ കുബൂസ് എടുക്കുക. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ്. ഞാൻ വലിയൊരു സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് വേണമെങ്കിൽ നമുക്ക് പിസ്സ സോസും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മയോണൈസ് ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മയോണൈസ് നമ്മുടെ മിക്സിയുടെ ജാറിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. കാണാത്ത കൂട്ടുകാർ കാണുക. അപ്പോൾ നമ്മൾ മയോണൈസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കൂട്ട് കുറേശ്ശെയായിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെയാണ് ഷവർമ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിളാണ്, ഒരുപാട് പ്രയാസമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഇപ്പോൾ തന്നെ ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം.